ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു സ്ഥലം വരെ പോവാണ്. ഇതിനു മുന്നേ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. എനിക്ക് ആക്ച്വലി അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്നതിൻ്റെ തിരക്കിൽ അങ്ങനൊന്നും എടുത്തില്ല. സോ ഇതൊരു കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. അങ്ങനെ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അമ്മ ആക്ച്വലി ഇന്ന് വരുന്നില്ല കേട്ടോ. കാരണം അമ്മയുടെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ട്രാവലിംഗ് ഒന്നും അങ്ങനെ പറ്റില്ല. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വൈകിട്ട് 6:50 കേട്ടോ. 3 മണിക്കൂർ മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിലും കുറച്ച് മുന്നേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. 3 മണിക്കൂർ മുന്നേ അല്ല നമ്മൾ എത്തിയത്. ഏകദേശം ഒരു 6:50 ഫ്ലൈറ്റ് എന്ന് പറയുമ്പം ഒരു 3:50 നമ്മൾ എത്തേണ്ടത്. ഞാൻ ആക്ച്വലി ഒരു 1:30-2 മണിയോട് കൂടി എത്തിയിട്ടുണ്ടായി. അന്ന് ആക്ച്വലി ബന്ധായിരുന്നു, മീൻസ് അഖിലേന്ത്യാ പണിമുടക്കായിരുന്നു. അതുകൊണ്ട് വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം എത്തി. വഴിയിൽ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ എത്തി കേട്ടോ. പിന്നെ ഒരു 3:30-3:45 കൂടി ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. ചെക്കിനൊക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഡാനിനെ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അവനെ ഫീഡ് ചെയ്തു. അവനെ ഇത്തിരി പ്രശ്നമാക്കി തുടങ്ങിയായിരുന്നു, വാശിയൊക്കെ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കൊടുത്തു, ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ദേ ഇപ്പം ഈ കരയണ കണ്ടില്ലേ, ഇത് ആക്ച്വലി ടേക്ക് ഓഫിന് തൊട്ട് മുന്നേ ഉള്ള വാശിയായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ഫീഡ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അവൻ കിടന്നുറങ്ങി. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഉണ്ടായില്ല. ആക്ച്വലി അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചായിരുന്നു. എനിക്ക് ചെറുതായിട്ട് പണി കിട്ടുമെന്നൊരു പേടി. പക്ഷെ അവൻ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. 2 മണിക്കൂറൊക്കെ അവൻ ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ ആള് ഭയങ്കര ഉഷാറായിരുന്നു. അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കളിയായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ പാസഞ്ചേഴ്സൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. കുറേ രീതിയിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതേ നമ്മുടെ ഫുഡൊക്കെ എത്തി. അതൊരു ആക്ച്വലി ഒരു ചിക്കൻ, പിന്നെ പറഞ്ഞാലും ഒരു 1/2 മണിക്കൂർ മുന്നേ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തായിരുന്നു കേട്ടോ. ആ ഒരു കാര്യത്തിൽ എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയി. പിന്നെ ഞങ്ങൾ എഡ്വിനെ കണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ലഗേജസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഡാനിനെ എങ്ങനെയെങ്കിലും എഡ്വിനെ ഏൽപ്പിച്ചാൽ മതി എന്നൊരു തോന്നലായിരുന്നു ആ സമയത്ത്. അത്രേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.